ഹലോ ഫ്രാൻസ്, കുറച്ച് ദിവസമായി ചെയ്യണു. കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്നുള്ള മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ചെയ്യാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലൊക്കെ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ അതും അതിലും മോശമാണ്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിക്കണ്ടൊക്കെ വന്നു. ചേച്ചിയുടെ അവിടേക്കൊക്കെ പോയി ഉണ്ണികളിലൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി വീണ്ടും തുടങ്ങണം. ഇന്നിപ്പോൾ ജിമ്മിന് വീണ്ടും പോയി തുടങ്ങി. ഒരുപാട് നേരം ഇന്ന് പഠിച്ചു, കുറേ നേരം ക്ലാസ് എടുത്തു, അങ്ങനെയൊക്കെ പോയി. പിന്നെ ഇന്ന് മാർക്കറ്റ് കുറച്ച് ദിവസം കണ്ടതിലുള്ള ഏറ്റവും വലിയ ഇടിവാണ് ഇടിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്. എന്താണ് ആവറേജ് പ്രോഫിറ്റ് നേരത്തെ കാണിക്കണ്ട കാര്യമാക്കണ്ട. ടാറ്റ മോട്ടോഴ്സിൽ എന്തോ മറ്റേ ബോണസ് പ്രഖ്യാപിക്കണം എൻ്റെ കണ്ട. അപ്പോൾ നോക്കണ്ട, അത് മാർക്കറ്റ് തുടങ്ങുമ്പോൾ ശരിയാവും. എനിക്ക് വന്നിട്ടുള്ളത് ഈ 49,689 രൂപയുടെ ലോസാണ് ഒറ്റ ദിവസം വന്നിട്ടുള്ള. MRF-ൻ്റെ ഒരു ഫ്യൂച്ചേഴ്സും തുടങ്ങി, 2 ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആയി. ഇപ്പോൾ MRF-ഉം ടാറ്റ മോട്ടോഴ്സും ഒരുപാട് കാലത്തേക്ക് ലോങ് പോകാന്ന് വിചാരിച്ചിട്ടുള്ള ഷെയറാണ്. പിന്നെ കൈറ്റിൽ എന്ത് ചെയ്യാൻ പോകണേ? കൈറ്റിൽ നഷ്ടം 10-30,000 രൂപ. ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 10-50,000 രൂപ വൈപ്പ് ഔട്ടായി. അപ്പോൾ മറ്റേ ഇതിൽ പറയുന്ന പോലെ മൊത്തത്തിൽ കുറയുന്നതിനേക്കാൾ കൂടിയൊരു അംശത്തിലല്ലേ കുറയുള്ളൂ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഫണ്ട് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവ് പറഞ്ഞേക്കണേ. അങ്ങനെ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കൂടി 80-85,000 രൂപയുടെ അടുത്തേക്ക് ഇന്നത്തെ ഇതിൽ മാർക്കറ്റിൽ കുറഞ്ഞിട്ടുണ്ട്. അത്രയും ഡിപ്ലീഷൻ വന്ന സ്ഥിതിക്ക് പരമാവധി നല്ല നല്ല ഷെയറുകളൊക്കെ വാങ്ങിച്ച് കൂട്ടാന്നുള്ളവരെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എടുക്കണം. നമ്മളിപ്പോൾ സ്ക്രീനറൊക്കെ എടുത്ത് ഇപ്പോഴത്തെ മാർക്കറ്റ് ഡാറ്റ എടുത്ത് ബൾക്ക് ഡീല്, ബോണസ്, റേറ്റ്, ബൈബാക്ക്, ഡിവിഡൻഡ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. IPO അതല്ല 52 വീക്കിലെ ഹൈയിലോ ടിക്കർ ടൈപ്പിൽ നോക്കാം. മേജർ ലോസേഴ്സ്, വിന്നേഴ്സ് ഒക്കെ കാണിക്കല്. നിഫ്റ്റി 50 ഒക്കെ വേണ്ട 22,000 അത്രയൊക്കെ കുറഞ്ഞിട്ടിരിക്കുന്നത്. പക്ഷെ ഗോൾഡിന്റെ പ്രൈസ് വല്ലാണ്ട് കയറി റെക്കോർഡിലേക്ക് എത്തി. നിഫ്റ്റി ഇത്രയും കുറഞ്ഞു. 52 വീക്ക് ലോ കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കാണ് അവർ എഴുതിയേക്കുന്നത്. എക്സ്ട്രീം ഫിയർ സോണിലാണ് മാർക്കറ്റുള്ളത്. ഇതാണ് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് എക്സ്ട്രീം രീതിയിലാണെങ്കിൽ ഒരിക്കലും മാർക്കറ്റിൽ ഇൻഡെക്സിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പറയാം. അതിൽ തന്നെ എക്സ്ട്രീം ഫിയറിൽ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യമുള്ളത്. ഗോൾഡ് ലെവൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് പറയണത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഗുല്ലക്ക് എന്ന് പറഞ്ഞ ഗോൾഡിലാണ്. ഗോൾഡ് ലീസിൽ എടുക്കുന്ന ഒരു പരിപാടിയാണ്. 10 ഗ്രാം ഗോൾഡാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു കൊല്ലത്തിന് മുമ്പായിട്ട്. അന്ന് 60,000 രൂപയാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 88,000 രൂപയായി. റൗണ്ട് ഒരു വ്യൂ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. 45.9% വില കൂടിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 6,100 രൂപയുടെ അടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗോൾഡ് നമ്മൾ മേടിച്ചിട്ട് ഗോൾഡ് ലീസിന് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ജ്വല്ലറിക്കാർക്ക്. അപ്പോൾ ഒരു ജ്വല്ലറിക്കാർ നമ്മൾ പറ്റിച്ച ഇൻഷുർഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾഡ് ഒരിക്കലും ഒരുത്തിരിക്കും പോകുന്നില്ല. അപ്പോൾ ഗോൾഡിന് ഗോൾഡായിട്ട് തന്നെ ഇൻട്രസ്റ്റ് കിട്ടും ചെയ്യും. ഈ സോവറിൻ ഗോൾഡ് കൊണ്ട് ഇതിനൊക്കെ അതൊരു വേറെ പ്രൊഡക്റ്റാണ്. പക്ഷെ ഇത് ഗോൾഡ് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ കിട്ടാവുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെന്താ, പിന്നെ നമ്മുടെ ഇന്ന് കണ്ട് 27,000 രൂപ കുറഞ്ഞു എന്നുള്ളത് ഒരു 1-2 ഇതാണുള്ളത് ഇവരുടെ ബ്രോക്കറാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പറയണേ. ഇനിയും പെട്ടെന്ന് നോക്കാനാണെങ്കിൽ മണി കൺട്രോൾ നോക്കിക്കഴിഞ്ഞാൽ അവരതിൻ്റെ തുടക്കത്തെ UIയിൽ തന്നെ എത്രയൊക്കെ ഷെയറുകളാണ് വല്ലാണ്ട് കൂടിയേക്കാൻ കുറഞ്ഞേക്കുന്നതൊക്കെ സാധാരണ ഇടാറുണ്ട്. നിഫ്റ്റിയിലുണ്ടായ ചേഞ്ച്, BSE സെൻസെക്സ്, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി IT, BSE സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഓട്ടോ, ക്യാപിറ്റൽസ്, ഇത്രയും ഇൻഡെക്സുകൾ എന്തോരം ഇൻഡെക്സാണ് ഗ്ലോബൽ മാർക്കറ്റിൽ. നാസ്ഡാക്ക് ഒക്കെ 3.49% ഉണ്ട്.
എന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഭേദമാണ്. HDFC ബാങ്ക് 20% വില ഇടിഞ്ഞേക്കണേ. അല്ല അത് വിലയല്ല, റുപ്പിയാണ്. ഞാൻ റിലയൻസ് ഇപ്പൊ 1229 രൂപയുള്ളതോ റിലയൻസ് ഒക്കെ പെർസെന്റേജ് എനിക്ക് കാണിക്കുന്നുണ്ടോ? ടോപ്പ് ഗെയിനേഴ്സ് ICC ബ്രിട്ടാനിയ SBI ഇതൊക്കെയാണ് ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കുക. ടോപ്പ് ലൂസേഴ്സ് മെയിൻ കമ്പനികൾ യൂസ് ചെയ്തിട്ടുള്ളവരാണ് പറയണത്. ഈ ഓൾ ടോപ്പ് ലൂസേഴ്സ് നോക്കി കാണിച്ചിട്ടാ കാണിക്കുന്നില്ലല്ലോ. പെർസെന്റേജ് HCL ടെക് ടെക് 4%. ടെക് മഹീന്ദ്ര ടെക് സ്റ്റോക്സിനാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയേക്കണത്. ഇൻഡാൽകോ 3.3%. ശ്രീറാം ഫിനാൻസ്, ടാറ്റ മോട്ടോഴ്സ് 50-day മൂവിംഗ് ആവറേജ് 778. ഇൻഫി, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ഭാരത് ബെല്ല്, ഇൻഡസിൻഡ്, ടൈറ്റൻ, അദാനി, ONGC, ഡോക്ടർ റെഡ്ഡി ലാബ്, സൺ ഫാർമ, ബജാജ്, കോൾ ഇന്ത്യ, HDFC ലൈഫ്, ഇതൊക്കെ നല്ല കമ്പനികളാണ്. റിലയൻസ് ഒന്നും റിലയൻസ് റിലയൻസ് മണി കൺട്രോൾ ശരിക്കും റിലയൻസിന്റെയാണ്. അവർക്ക് അറിയുന്നത് റിലയൻസിന്റെ വെറുതെ സ്ക്രീനറിൽ ടിക്കർ ടൈപ്പില് സ്ക്രീനറിലാണ് നോക്കാം. സ്ക്രീനർ റിലയൻസ് ഇൻഡസ്ട്രീസ് 1229 രൂപ. PE വെറും 24. ബുക്ക് വാല്യൂ 606. അതായത് പകുതിയോളം വില ബുക്ക് വാല്യൂ. ROE 9.25 9.65 എല്ലാം കൊണ്ടാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഇപ്പോൾ. റെഡ്യൂസ്ഡ് ഡെറ്റ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഭയങ്കര കുറവാണെന്നാണ് ഇപ്പോൾ അവർ പറയണത്. പി റേഷ്യോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി MPS/EPS ആണ്. ഇത് കമ്പനി 1 രൂപ ഏൺ ചെയ്യുമ്പോൾ നമ്മൾ എത്ര രൂപ വരെ മുടക്കാൻ റെഡിയാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. റിലയൻസ് ഭയങ്കര പ്രൊട്ടക്റ്റഡ് കമ്പനിയാണ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജ് ക്യാപ്പാണ്. മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് 16,64,135 കോടി. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് കമ്പനിയാണത്. അപ്പോൾ അവര് 1 രൂപ ഉണ്ടാക്കാൻ 24 രൂപ കൊടുക്കാൻ നമ്മൾ റെഡി ആവണമെങ്കിൽ ഒരു തെറ്റൊന്നും പറയാൻ പറ്റില്ല. BPC അല്ലെങ്കിൽ പകരം ഇത് അവർ ഏൺ ചെയ്യുന്ന കാശിന്റെ ഇരട്ടിയാണ് പ്രൈസ് ഉള്ളത്. അപ്പൊ നമുക്ക് നല്ല ലാഭമുള്ള പരിപാടിയാണ്. IOCL ഇതൊക്കെ പെട്രോളിയം കമ്പനീസ് ആണല്ലോ. പെട്രോളിയം കമ്പനികളിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു 24 ഇല്ല ഇൻഡസ്ട്രി ആവറേജ് എന്ന് പറയുന്നത്. അത് റിലയൻസിനാണുള്ളത്. അത് റിലയൻസിനകത്തുള്ളതിന് വേറെ കാരണമുണ്ട്. റിലയൻസ് ഒരു ബേസിക്കലി ഒരു ഓയിൽ കമ്പനി മാത്രമല്ല, എല്ലാ കമ്പനിയുടെയും മദർ കമ്പനിയും കൂടിയാണ്. ജിയോയും എല്ലാം ഇവരൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ആലോചിച്ച് റിലയൻസിന്റെ ഒക്കെ ലാഭം 17,445 കോടിയാണ് ഓരോ ക്വാർട്ടറിലും. 17,000 കോടി, 19,000 കോടി, 20,000 കോടി കമ്പനിയുടെ ലാഭേ എല്ലാ 3 മാസം കൂടുമ്പോഴും. എന്താണല്ലേ. വേണ്ടിട്ട് കാര്യം നോക്കിട്ട് പിന്നെ നമ്മളിട്ടത് MRF നോക്കി, പിന്നെ ടാറ്റ മോട്ടോഴ്സ് നോക്കി. ടാറ്റ മോട്ടോഴ്സ് എന്താണ് ടാറ്റ മോട്ടോഴ്സിന്റെ അവസ്ഥ? 213 രൂപയുള്ളത്. ഇത്രയും നാളത്തെ 52 വീക്കിലോയാണ് 750. 52 വീക്കിലോ ഓയിലേക്ക് എത്തി. 7.85 ഉള്ള PE റേഷ്യോ. ബുക്ക് വാല്യൂ തന്നെയുണ്ട് 275 രൂപ. അതായത് പകുതി വിലയോളം. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, നമ്മൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കി 20.49. അടിപൊളിയാണ് അവരുടെ റേഷ്യോസ്. വില ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുക. ടാക്സ് റേറ്റ്, പ്രൊമോട്ടർ ഹോൾഡിംഗ് 3% കുറഞ്ഞു. അതൊക്കെ അത്ര വലിയ പ്രശ്നമാണോ നോക്കി? ബാക്കി കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ പകുതിയുള്ള PE റേഷ്യോ ഒരു നോ ബ്രെയിനറാണ്. ഓല ഇലക്ട്രിക്കിന്റെ ഇലക്ട്രിക്കിന്റെ വേറെ ഒക്കെയാണ്. ഫോഴ്സ് മോട്ടോഴ്സ്, SML, ഇസൂസു ഇതിനൊക്കെ എത്രയാ? 7, 22, 16, 17 ആവറേജ്. ടാറ്റ മോട്ടോഴ്സ് എത്രയും കുറഞ്ഞു കിടക്കുന്നത്. പിന്നെ നമുക്ക് മാരുതി നോക്കാം. മാരുതി 26. അവിടെയാണ് നമ്മുടെ കമ്പനിക്ക് 7 ഉള്ളത്.
അവരുടെ പിയേഴ്സിൽ പോയി നോക്കി ബാക്കി കമ്പനികളൊക്കെ കാണിച്ചു. എന്താ മഹീന്ദ്ര 29, ഉണ്ടായി 22, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് 13.27, എല്ലാവർക്കും ഉണ്ട്. ടാറ്റ മോട്ടോഴ്സ് മാത്രമേ ഏഴുള്ളൂ. ഒബിയസ്ലി നല്ല കമ്പനിയാണ്, എന്തായാലും മേടിച്ചിടാം. ഇനി എം ആർ എഫിൽ വേറെ കാരണം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് MRF മേടിച്ചു. 50,000 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. പക്ഷെ LCD ഒക്കെ കഴിഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും വില കൂടി നിൽക്കുന്ന കമ്പനിയാണ് എന്ത്, MRF. MRFിന്റെ വില 1,10,000 അടുത്തേക്ക് എത്തി. അതാണ് ഇപ്പൊ അവരുടെ എന്ത് പ്രൈസ് ഉള്ളത്. അത് ലോന്റെ അടുത്താണ്. സ്റ്റോക്ക് ബി 24.2 ബുക്ക് വാല്യൂ ഉണ്ട് 41,000 രൂപ. അപ്പൊ കമ്പനി കൂട്ടി പോയാലും മൂന്നിലൊന്ന് കാശ് എന്തായാലും കിട്ടും. ക്യാപിറ്റൽ എംപ്ലോയിഡും നല്ലതാണ്. വില നന്നായി ഇടിഞ്ഞു കിടക്കും. കമ്പനീസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറഞ്ഞത്. സ്റ്റോക്ക് 2.6 അതൊന്നും വലിയ പ്രശ്നങ്ങളായില്ല. ലോ റിട്ടേൺ ഓൺ എക്വിറ്റി കുറവാണ്. പക്ഷെ പി റേഷ്യോ ബാലകൃഷ്ണ ഇൻഡസ്ട്രി 27, അപ്പോളോ ടയർ 17, ഫിയറ്റ് 22, ജാക്കെ ടയർ 11, ശ്രീചക്ര, ഗുഡിയർ ഇവരൊക്കെ ഇതിൽ മെയിൻ ആയിട്ടുള്ള കമ്പനികളൊക്കെ അത്യാവശ്യം. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ശരിക്കും ടയർ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. എന്താ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ടയർ ബിസിനസ് തന്നെയാണല്ലോ. ആ നമ്മുടെ കാറുകളുടെ ടയർ ഒന്നല്ല, വേറെ എന്തൊക്കെയോ ടയറാ. ഓ, നോഡറ്റ് കമ്പനിയാണ്. നിങ്ങൾ ROE ROC എപ്പോഴും ഒന്നായിരിക്കണം. റിട്ടേൺ ക്യാപിറ്റൽ വേറെ പ്രശ്നങ്ങളൊന്നും അവർ കാണിക്കുന്നില്ല. 2,993 കോടി. അത് വേറെ എന്തോ അഗ്രികൾച്ചറൽ അലൈഡ് പ്രൊഡക്ട്സിന്റെ ഒക്കെ കൂടുതൽ ടയർ തോന്നുന്നു. ട്രാക്ടറിന്റെ അതിന്റെ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും MRF ഓവർ പ്രൈസ്ഡ് എന്ന് പറയാൻ ഇല്ല. ശരിക്കും ഇൻഡസ്ട്രിയുടെ ഒരു മീഡിയന്റെ അടുത്തേക്ക് ഉള്ളോ. എന്തുകൊണ്ട് ഞാൻ MRF വില കൂടുതൽ കാണുമെന്ന് വിചാരിക്കുന്നതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, MRF പ്രൈമറിലി ഒരു എന്ത് കമ്പനിയാ, ജാക്കെ ടയർ. അപ്പൊ 11 പ്രശ്നമാണ്. പ്രൈമറിലി വേറെ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു കമ്പനി എടുത്താലും ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഷെയറിന്റെ വില തീരുമാനിക്കുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നില്ല അൾട്ടിമേറ്റ്ലി ഒരുപാട് കാലത്തേക്ക് ഈ 1,10,000-ലോ 15,000-ലൊന്നും എടുക്കുന്നത്. എന്നെങ്കിലും അവരതൊരു സ്പ്ലിറ്റ് പ്രഖ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ സ്പ്ലിറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒബ്വിയസ്ലി ഇപ്പൊ മാർക്കറ്റിൽ എൻട്രി ഇല്ലാത്ത MRF മേടിക്കുന്ന ആഗ്രഹമുള്ള 1,11,000 രൂപ കാശില്ലാത്ത ഒരുപാട് പേര് ഇതിൽ ഒബ്വിയസ്ലി ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശില് ഒരു മെജോറിറ്റി കാശ് നമുക്ക് എന്തായാലും അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ ഒബ്വിയസ്ലി വാല്യൂ കൂടും. വില കൂടിക്കഴിഞ്ഞാൽ എല്ലാ സ്പ്ലിറ്റ് വരുമ്പോൾ എനിക്ക് വില കൂടി. ഇപ്പൊ സ്പ്ലിറ്റ് വന്നു എന്നൊരു ന്യൂസ് വന്നിട്ട് മേടിക്കണേക്കാളും ബെറ്റർ ആണ് എന്ത്, ഒബ്വിയസ്ലി എന്തെങ്കിലുമൊക്കെ ഒരു കാലത്ത് ഇവർക്ക് തോന്നുമ്പോൾ ഒരു സ്പ്ലിറ്റ് വരുത്തല്ലോ. അങ്ങനെ വരുത്തുമ്പോൾ ബോണസ് ഒക്കെ കൊടുക്കുമ്പോൾ ഈ ഷെയറിന്റെ വില കുറയുമ്പോൾ ഒരു കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കും മാർക്കറ്റ് ഭയങ്കര ഡിസ്കൗണ്ടിലാണ് ഓടുന്നത്. കയ്യിൽ കാശുള്ളവരൊക്കെ ഷെയറുകൾ ആവശ്യം പോലെ മേടിച്ച് വെക്കുക. അപ്പോൾ വളരെ നാൾ പ്രതീക്ഷിക്കുന്നത് ഈ ഷെയറുകളൊന്നും മേടിക്കാനെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്. ഞാൻ മേടിച്ചതിന്റെ കാരണങ്ങളും. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് നോക്കി പഠിക്കണം. അതാണ് പിന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുള്ളത്. അങ്ങനെ അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ ബൈ സീ യു. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടി നോക്കി പഠിച്ച് പഠിക്കലും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് നടക്കുന്നുണ്ട്. പുതിയ പുതിയ ബുക്കുകൾ വായിക്കുന്നുണ്ട്. കുറച്ച് സെൽഫ് ഹെൽപ്പ് കാര്യങ്ങളൊക്കെ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ബുക്കുകൾ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് സെറ്റ് ആവണം. ഇതൊക്കെയാണ് പ്ലാനുകൾ. പിന്നെ ഫൈനലി നെറ്റ് എന്തായാലും ക്ലിയർ ചെയ്യണം. പ്രൈമറി ടാർഗറ്റ്. അങ്ങനെ നടക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ്മെന്റ് ആക്കുക. ടാറ്റാ.